കിങ്ങിന്റെ 30 വർഷങ്ങൾ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും തീപ്പരിയുള്ള തീവ്രതയാർന്ന ഡയലോഗുകളുള്ള സിനിമ. 1995 നവംബർ 11 തിയേറ്ററിലെത്തിയ ചിത്രമാണ് ദ കിങ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 40 തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ് കിങ്. മലയാള സിനിമയിൽ അന്ന് വരെയുള്ള എല്ലാ ഇനീഷ്യൽ റെക്കോർഡുകളും തകർത്ത ചിത്രമാണ് മമ്മൂട്ടിയുടെ കിങ്. മമ്മൂട്ടിയും വാണി വിശ്വനാഥും മുരളിയും ദേവനും കുതിരവട്ടം പപ്പുവും സോമനും തീപ്പരി ഡയലോഗുകൾ കൊണ്ടും ഗംഭീര പ്രകടനം കൊണ്ടും കയ്യടി നേടിയ ചിത്രമാണ് കിങ്. മലയാള സിനിമയിലെ അക്കാലത്തെ ഫയർ ബ്രാൻഡ് ടീമായ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ ടീം തലസ്ഥാനത്തിനും ഏകലവ്യനും കമ്മീഷനും ഒക്കെ ശേഷം ഒരുമിക്കുന്നു. ഇത്തവണ മമ്മൂക്കയാണ് നായകൻ. സിനിമാ പ്രേക്ഷകർക്ക് കാത്തിരിക്കാൻ വേറെന്ത് കാരണമാണ് വേണ്ടത്? ആ കാത്തിരിപ്പിനോട് നീതി പുലർത്തിയ ചിത്രമായിരുന്നു കിങ്. മലയാള സിനിമയിൽ അന്ന് വരെയുള്ള എല്ലാ റെക്കോർഡുകളും കടപുഴക്കിക്കൊണ്ടാണ് കിങ്ങിന്റെ ഇനീഷ്യൽ ആരംഭിച്ചത്. 40 തിയേറ്ററുകളിൽ ഉയർന്ന ടിക്കറ്റ് നിരക്കിലാണ് കിങ്ങിന്റെ ആദ്യ പ്രദർശനങ്ങൾ ആരംഭിച്ചത്. ടിക്കറ്റ് കിട്ടാതെ ജനങ്ങൾ നെട്ടോട്ടമോടി. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ അന്ന് വരെയുള്ള ഏറ്റവും വലിയ ഇനീഷ്യൽ കളക്ഷനും കിങ്ങിന് ലഭിച്ചു. 40 തിയേറ്ററുകളിൽ റിലീസായ കിങ് ഏതാണ്ട് 37 ദിവസം 40 സെന്ററുകളിൽ പ്രദർശിപ്പിച്ചു. 50 ദിവസം പിന്നിട്ടത് 12 തിയേറ്ററുകളിലാണ്. ഒരു സെന്ററിൽ 100 ദിവസവും കിങ് പിന്നിട്ടു. രഞ്ജി പണിക്കറിന്റെ ഏറ്റവും ശക്തമായ തിരക്കഥയും ഷാജി കൈലാസിന്റെ സ്റ്റൈലൻ മേക്കിങ്ങുമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ്. അതിലേക്ക് മമ്മൂട്ടിയുടെ സ്റ്റൈലൻ പ്രകടനം കൂടെ ചേർന്നതോടെ സിനിമ ഗംഭീര വിജയമായി. 30 വർഷങ്ങൾക്കിപ്പുറവും മലയാളികൾ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റിയ കലക്ടർ കഥാപാത്രം തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ആണ്. മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് കിങ്. കമ്മീഷണറിന് ശേഷം രഞ്ജി പണിക്കർ ഇംഗ്ലീഷ് ഡയലോഗുകൾ കൊണ്ട് പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ച ചിത്രമായിരുന്നു ദ കിങ്. മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ രഞ്ജി പണിക്കറിന്റെ തീപ്പരി ഡയലോഗുകൾ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് പറയാം. ഒരുപക്ഷെ ഇന്ന് റീ റിലീസുകളുടെ കാലമാണ്. കിങ്ങിന് ഒരു റീ റിലീസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. 3 മണിക്കൂറിലധികമുള്ള ഒരു സിനിമയിൽ പാട്ടുകളോ ഡാൻസുകളോ മറ്റ് എന്റർടൈൻമെന്റ് കോമഡികളോ ഒന്നും തന്നെയില്ല. എന്നിട്ടും ഡയലോഗുകളുടെയും മേക്കിങ്ങിന്റെയും തീവ്രതയിൽ ആ സിനിമ തിയേറ്ററിൽ വലിയ രീതിയിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. 95-ലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ ചിത്രമായിരുന്നു ദ കിങ്.